ഇവർക്ക് ആകെ ടെൻഷനിലായിരുന്നു. ഇത്തവണ കൂടി പരാജയപ്പെട്ടാലേ എത്തിയത്. അപ്പൊ അങ്ങനെ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെ തന്ത്രം ഉപയോഗിച്ച് എല്ലാ വോട്ടുകളും ആദ്യം ഇവര് മുസ്ലിം കൺസോളിഡേഷന്റെ വോട്ടുകളൊക്കെ ഉറപ്പാക്കി. ഏത് RSSും BJPയും സംഘപരിവാരം തമ്മിൽ പ്രശ്നത്തിലാണ്, PM ശ്രീ പദ്ധതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവർ ഉറപ്പാക്കി. അങ്ങനെ ഉറപ്പാക്കിയതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാര്യം ഏറ്റവും ലാസ്റ്റ് പോകുമ്പോഴാണ് പുള്ളി മറ്റേ ബൈജു എൻ നായരുടെ അടുത്ത് ഇന്റർവ്യൂവിന് ചെന്നപ്പോഴും അതുപോലെ മറ്റേ ഇവരുടെ അടുത്ത് ഇന്റർവ്യൂവിന് ചെന്നപ്പോഴാണ് പറഞ്ഞത് മോഡിഫിക്കേഷൻ എന്ന് കേട്ടത്. അപ്പോഴാണ് പുള്ളി ഓർത്തത്, ഓ കുറെ വോട്ടുകൾ അങ്ങനെയും ഉണ്ട്. അപ്പൊ ആ പോണ വഴിക്ക് പുള്ളി ഒരു താങ്ങങ്ങാട് താങ്ങിയതാണ് എന്നത് മോഡിഫിക്കേഷൻ. അതിലെ വെള്ളിമൂങ്ങയില് മറ്റേ മറ്റേ നമ്മുടെ അജു വർഗീസ് ചോദിക്കുന്നുണ്ട്. അജു വർഗീസ് നിഷ്കളങ്കനാണല്ലോ, അതുകൊണ്ട് അജു വർഗീസ് ചോദിക്കുന്നുണ്ട്. അതായത് താൻ മറ്റേ അവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ ബിജുവിനോട് ചോദിക്കണം, അവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയി. അപ്പൊ മറ്റേ നമ്മുടെ യൂത്ത് വിങ്ങിന്റെ ജനറൽ സെക്രട്ടറി ആന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ മറ്റേ പുള്ളി ബിജുവനം പറയുന്നുണ്ട്, സ്ഥാനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, പക്ഷെ ഒരു കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? സത്യം. അത് നമ്മള് കൃത്യമായിട്ടൊക്കെ ചരിത്രമാണ്, അതൊക്കെ എഴുതി വെക്കണം. ഇവര് പറയുന്നത് പല ഡയലോഗ് ഉണ്ടാവും. ഇത് 2. ഇനി 3ാമത്തത് പുള്ളി പറയുന്നുണ്ട്, അപ്പൊ എടാ അവിടെ ആരെങ്കിലും വെറുതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ലൈം ജ്യൂസ് എന്ത് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ലൈം ജ്യൂസ് 2 പോരട്ടെ എന്ന് പറയുന്നുണ്ട്. അവിടെ ആരുമില്ല ഫ്രണ്ടില്. നമ്മള് സിനിമയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. വെള്ളിമുകളിൽ കയറി ചെല്ലുമ്പോ അവിടെ ആരുമില്ല, കുറച്ചേരി പറയുക. അപ്പൊ അവിടെ ആരെങ്കിലും ഇയാൾ പറഞ്ഞ ആരും കേട്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നിൽക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഈ മറ്റേ പുള്ളിക്കാര് ഈ അജു വർഗീസ് ചോദിക്കണ്ട, അല്ല ലൈം ജ്യൂസ് അപ്പൊ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും വരൂല, നീങ്ങപ്പോ ഒരു പറയുന്നത്. അതൊക്കെ വെറുതെ ഡയലോഗ് അടിക്കുന്നതാണ്. മനസ്സിലായ? ചില ആളുകൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നമ്മളോട് സംസാരിക്കും.